ധ്യാനത്തിലേക്ക് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 19 മുതൽ 22 വരെ ഒന്ന് മലയാളത്തിൽ വായിക്കാമോ? ആമേൻ. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി. ആംപ്ലിഫൈഡ് വെർഷനിലെ ഇംഗ്ലീഷിലെ ലാസ്റ്റ് വേർഡ് മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. പൈലറ്റ് റിപ്ലൈ, വാട്ട് ഐ ഹാവ് റിട്ടൺ ആൻഡ് ഇറ്റ് റിമെയിൻസ്. അത് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന്. What I have written, and it remains written. God's purpose, His choice, His election for us. നമ്മെക്കുറിച്ചുള്ള ദൈവനിർണയം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ വ്യക്തിപരമായി സംസാരിക്കുമല്ലോ. തിരുവചനത്തിൻ്റെ ആഴങ്ങളെ അറിയിക്കണമേ. ഉൾനട്ട വചനമായി തീരുവാൻ കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്ന വേദഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. ഞാൻ എഴുതിയത്, അതിനെ ആർക്കും മായ്ച്ചു കളയാൻ ദൈവം ഒന്ന് ചിന്തിച്ചാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടി, പദ്ധതി ഇന്നലെയും ഇന്നും എഴുതുകയൊന്നുമല്ല. ലോകസ്ഥാപനത്തിന് മുന്നമേ നാം ഒന്നുമില്ലാതിരിക്കുമ്പോൾ, പിണ്ടാകാരമായിരിക്കുമ്പോൾ അവൻ നമ്മെക്കുറിച്ച് വിചാരിച്ചു എന്ന് 139 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും യാദൃച്ഛികമല്ല. നാം ഈ ഭൂമിയിലായിരിക്കുന്നത് അതുപോലെ ദൈവമക്കൾ വിശ്വസിക്കണം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവൻ നേരത്തെ എഴുതി വെച്ചതുപോലെ സംഭവിക്കുകയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യൻ അല്ലെങ്കിൽ പിശാച് എഴുതിയതിനെ ദൈവം മായ്ച്ചു കളയും. പക്ഷെ ദൈവം ഒരു കാര്യം എഴുതിച്ചാൽ അത് ആർക്കും മായ്ക്കാൻ പറ്റത്തില്ല. തെളിവുണ്ടോ? കൊലോസ്യ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചതാ, അത് പ്രസംഗിച്ചതാ ഞാൻ. എന്തുവാ? മേലെഴുത്ത്, കൈയെഴുത്ത് എന്ത് ചെയ്തു? നമുക്ക് എതിരായി എഴുതി വെച്ചിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളയും. അതിക്രമങ്ങൾ കാണുന്നു. വായിച്ചോട്ടെ. നമുക്ക് വിരോധം. ആർക്ക്? എനിക്ക്, നമുക്ക്, മാനവജാതിക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. എന്താ കാര്യം? മായ്ക്കാൻ കാരണം ദൈവം അനാദികാലം മുതലേ എനിക്ക് വേണ്ടി വേറൊന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് നിർണയത്തിന് എതിരായിട്ട് എന്തെല്ലാം എഴുതി വെച്ചാലും, അത് വലിയ കോർട്ടായാലും, വലിയ അഡ്വക്കേറ്റ് ആയാലും, ജസ്റ്റിസ് ആയാലും, രാജാവായാലും, പ്രജയായാലും, പുരോഹിതനായാലും, മഹാപുരോഹിതനായാലും. നിങ്ങൾക്കറിയാമോ, മോശയെക്കുറിച്ച് ഒരു മോശയുടെ ജന്മസമയത്ത് അത് ഞാൻ പറയാം. ദൈവം അവനെക്കുറിച്ച് 80-ാമത്തെ വയസ്സിൽ പഴയ നിയമത്തിന് മധ്യസ്ഥനായി കണ്ടതാ. തിരുവചനത്തിൽ 5 ഗ്രന്ഥങ്ങൾ എഴുതുവാൻ ദൈവം അവനെ ഉപയോഗിക്കുമെന്ന് എഴുതി വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളി വരികയാ, ഫറവോൻ. അവനും സ്ഥാനവും മാനവും കുറവൊന്നുമല്ല, രാജാവാ. ആ സമയങ്ങളിൽ ഒരു കൊട്ടാരത്തിൽ നിന്ന് ഒരു കമാൻഡ്, ഒരു ഓർഡർ, ഉത്തരവ്
ഉത്തരവ് എന്താണെന്നറിയാമോ? യഹൂദന്റെ എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഭാഷ പറയും, അത് ദൈവം അങ്ങ് മായ്ച്ചു കളയും. എന്താ കാര്യം? വേറൊരു കയ്യെഴുത്ത് അവിടെ ഉണ്ട്. 80-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ ദൈവത്തിന് ജനത്തെ പുറപ്പെടുവിക്കാൻ ദൈവം കണ്ട പുരുഷനാവൻ. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ഇതേ സംഭവ. യേശു കർത്താവ് ജനിച്ചോ വേറൊരു രാജാവ്, ഹെരോദാവ്. അപ്പൊ രാജകൊട്ടാരത്തിൽ നിന്നാവും ഉത്തരവ് പുറപ്പെടുന്നത്. അവൻ പറഞ്ഞു പോയിട്ട് വന്നിട്ടൊക്കെ അവനെ ആരാധിക്കാൻ ഞങ്ങൾ. പക്ഷേ എന്തുമായി? യഹൂദന് 2 വയസ്സിൽ കുറഞ്ഞ് എല്ലാവരെയും, അത് അവൻ്റെ കൈയെഴുത്താ. അവിടെ എന്തുവാണെന്നറിയാമോ? ദൈവം അനാദികാലം മുതലേ നിർണയം മാനവജാതിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ വരണമെന്ന് നേരത്തെ പറഞ്ഞ ആ നിർണയം എഴുതി വച്ചിരുന്നു. ഏത് കൊട്ടാരത്തിൽ, ഏത് ദേശത്ത് അവനെതിരായി നിയമം പാസാക്കിയോ, പുതുനിയമത്തിൽ എഴുതിയിരിക്കുന്നു, പൈതൽ വളർന്നു. ഹല്ലേലൂയ. ആരെ കൊല്ലുമെന്ന് പറഞ്ഞു അവരുടെ മുമ്പിൽ വെച്ച് പൈതൽ വളർന്നെന്ന്. ദൈവമേ, ഈ മാർഗത്തെ ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗത്തെ ആർക്ക് എഴുതി നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ഇത് അനാദികാലം മുന്നമേ നിർണയിച്ചിരിക്കുന്ന നിർണയമാണ്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. എന്തായതിന് കാരണം എന്നറിയാമോ? 138-ാം സങ്കീർത്തനത്തിലും എബ്രായ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. 130-ൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഹി വിൽ, ലാസ്റ്റ് വേർഡ് ഹി വിൽ. മലയാളത്തിൽ അങ്ങനെ എഴുതി നിൽക്കുമ്പോൾ ഇംഗ്ലീഷ് പല വേർഷനിൽ പലതായിട്ട് എഴുതിയിരിക്കുന്നത് പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, പർപ്പസ് എന്ന് എഴുതിയിട്ടുണ്ട്, പൂർത്തീകരിക്കുന്നു എഴുതിയിട്ടുണ്ട്. ഹി വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ദാറ്റ് വിച്ച് കൺസേൺസ് മീ. എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. ഇന്ന് പകൽക്കാലം ഉറച്ചു പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ പറയുന്ന കർത്താവ്, എന്നെ കുറിച്ച് നീ നിർണയിച്ചു വെച്ചിരിക്കുന്നത് നീ തന്നെ പൂർത്തീകരിക്കും. സ്തോത്രം. സമാപ്തി വരുത്തും. അപ്പോൾ പിന്നെ വേറൊന്നുണ്ട്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യം എന്തുവാ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്, അവർ ഫെയ്ത്ത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഒരു പുസ്തകം എഴുതി ആരംഭിച്ചാൽ അത് അവസാനിപ്പിക്കുന്നു അവൻ തന്നെയാണ്. നമ്മുടെ ലൈഫ് ഹിസ്റ്ററി ഒന്നും വേറെ ആരും ഒന്നുമല്ല എഴുതുന്നത്. ഞാൻ അവിടെ ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നാട്ടിൽ പോകുമ്പോഴൊക്കെ 1-2 പേര് ഓഫീസ് വന്നു, പാസ്റ്ററുടെ ജീവചരിത്രം ഒന്ന് എഴുതണം. ഞാൻ ഇപ്പോൾ നിൽക്കേ കുറേ കൂടി നമ്മുടെ ബിജു തങ്കിച്ചെന്ന് പറഞ്ഞ പാസ്റ്ററാണ്. അദ്ദേഹം വേറൊരാളെ ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഇല്ലാത്തൊരാളെ വിളിച്ചു പോയി ഭയങ്കര നല്ല എഴുത്താന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കേ ഒന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് പൂർത്തീകരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ എഴുതി ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ വളരെ മിടുക്കലാണ്. പക്ഷേ നമുക്ക് പബ്ലിഷ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ഈസ് ദ ഓഥർ. നമ്മുടെ ലൈഫ് ഹിസ്റ്ററി എഴുതുന്നത് അവനാണ്. അവൻ ആരംഭിച്ചാൽ അവനത് പൂർത്തീകരിക്കും. ഇതേ വാക്ക് എവിടെയുണ്ട്? ഫിലിപ്പ് ലേഖനത്തിലുമുണ്ട്. 1:5 നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പിശാചലിൽ മനുഷ്യൻ എഴുതിയാൽ ദൈവം തുടയ്ക്കും, ദൈവം എഴുതിയാൽ ആർക്കും തുടയ്ക്കാൻ കഴിയത്തില്ല. പിശാച് എഴുതിയാൽ ദൈവം വായിക്കും, ദൈവം എഴുതിയാൽ ആർക്കും ഒരു ശക്തിക്കും മാറ്റാൻ പറ്റത്തില്ല. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ക്രൂശീകരണത്തിനും അടക്കത്തിനും ഇടയ്ക്ക് ഉള്ള ഒരു സംഭവമാണ് നാം വായിച്ചത്. ക്രൂശീകരണത്തിനും അടക്കത്തിനും ഇടയ്ക്ക്. സ്തോത്രം. 5 അപേക്ഷ അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ്, ഇത്രയും സമയത്തുള്ള 5 ഡിമാൻഡ് കാണാം. 5 അപേക്ഷകൾ, 5 ആവശ്യങ്ങൾ. ഇത് 4 എണ്ണവും പീലാത്തോസിനോട് പുരോഹിതന്മാരോ ജനമോ ആഗ്രഹിച്ചതാണ്. 4 എണ്ണം. 1 എണ്ണം കർത്താവിനോട് പറഞ്ഞതാണ്. അങ്ങനെ 5 എണ്ണം.
പീലാത്തോസിനോട് പറഞ്ഞത് 1:19 ഞാൻ പറഞ്ഞെങ്കിൽ വിടാം. ക്രൂശിക്ക ക്രൂശിക്ക എന്ന് അവരുടെ ഒരു അപേക്ഷയാണ്. ഇവനെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. 2, മേലെഴുത്ത്, അതായത് ഇപ്പോൾ നമ്മൾ വായിച്ചത് മേലെഴുത്ത്, ഇത് അവരുടെ അപേക്ഷയാ. അവർക്ക് പറയാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുമോ? 3, കാല് ഒടിക്കണം. 4, കല്ലറ ഉറപ്പാവണം. ഇവൻ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് 3-ാം നാളൊക്കെ പണിയുമെന്ന്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കല്ലറ, അവരുടെ റിക്വസ്റ്റാ, കല്ലറ ഉറപ്പാക്കണം. ഈ 4 കാര്യങ്ങൾ അവരുടെ ആഗ്രഹം ഡിമാൻഡ് വെച്ചു. അപ്പോൾ നസ്രയനെ കൊന്നാലും വിടത്തില്ല, അവനെ ക്രൂശി കയറ്റിയാലും പിന്നെ അവരുടെ അപേക്ഷ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ അവസാനത്തെ അത് കർത്താവ്, നീ ദൈവത്വനാണെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് കാണട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വിശ്വസിക്കാമെന്ന്. വിശ്വസിക്കുമോ? ഇല്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ നിന്നെ സ്പർശിച്ചിട്ട് വിശ്വസിച്ചില്ലേ പിന്നെ അവൻ ഇറങ്ങി വന്നിട്ടാണ് വിശ്വസിക്കുന്നത്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഈ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ എന്തുവാ? ഇവനെ ക്രൂശിക്കുക. നമ്മളുടെ ഇവന് എല്ലാ അധികാരമുണ്ടെങ്കിലും ക്രൂശിപ്പാൻ കൊടുത്തത് അവൻ്റെ അധികാരമല്ല, നസ്രനെ കുറിച്ചുള്ള എഴുതി വെച്ചിരിക്കുന്ന വിഷയമാണ്. പറഞ്ഞ് മനസ്സിലായോ? പീലാത്തോസോ ഗവൺമെൻറ്റോ ഒക്കെ വിചാരിച്ചു ഞങ്ങൾ അവനെ ശിക്ഷിച്ചു. പറഞ്ഞ് മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാ? നിങ്ങൾക്ക് സംശയമാകണ്ട, പിശാചാ. ശരിയാ. ഇവൻ്റെ ഈ ഒരുങ്ങിപ്പോക്കൊക്കെ ഒന്ന് കാണണം. ഇവൻ ഈ പുസ്തകം എടുത്തുകൊണ്ട് പോയി കർത്താവിനെ ആരാധിക്കുന്നു. ഇതൊക്കെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? വേറെ ആർക്കൊന്നുമില്ല, പിശാചിനേ ഉള്ളൂ. അവരുടെ പ്രോജക്റ്റ് വിജയിച്ചു എന്ന് വിചാരിച്ച അവസാനം ഇവിടെ പീലാത്തോസ് കൈ കഴുകി. അവന് ഈ ഇതിൽ ഒരു പങ്കുമില്ല. ഇവൻ യാതൊരു കുറ്റവും ഞാനോ ഇവനിൽ കാണുന്നില്ലെന്നേ. അതും പറയിച്ചതാരാ? എഴുതി വച്ചിരുന്ന. സ്തോത്രം. അവൻ്റെ അധികാരം ഉപയോഗിച്ചാണ് അവനൊക്കെ ചെയ്തെന്ന് നമുക്ക് തോന്നിയാലും അങ്ങനെയല്ല, എഴുതി വെച്ചിരുന്ന നിവൃത്തിയായത്. എവിടെ എഴുതി വെച്ചു? യെശയ്യാവ് 53:10 വായിച്ച് പെട്ടെന്ന് വായിക്കണമേ. യെശയ്യാവ് 53:10. എന്നാൽ അവന് ഇത് പീലാത്തോസ് ഇത് വായിച്ചിട്ടൊന്നുമില്ല. അവൻ്റെ അധികാരം കയ്യിലെടുത്തോട് ചെയ്തതാ. പക്ഷേ അവൻ്റെ അധികാരമല്ല ഇവിടെ വിഷയം. അവനെ കുറിച്ച് എഴുതി വച്ചിരുന്ന ദൈവനിർണയം ആ വിഷയം. അവനെ ഒന്ന് വായിച്ചാട്ടെ. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നിനക്കറിയാമോ ഇത് ആരായി വെക്കിയത് എന്ന്? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഏത് കരമാണ് നമ്മെ സൃഷ്ടിച്ചത്? അതേ കരമാ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി നീട്ടിയത്. സ്തോത്രം. ഏത് കരം കൊണ്ടാണോ മണ്ണുകൊണ്ട് മാനവജാതിയെ ഉണ്ടാക്കിയത്, മെനഞ്ഞത്, അതേ കരമാ 53:1 ചെയ്തിട്ടുണ്ട്. 53:1 ഞങ്ങൾ കേൾപ്പിച്ചത് ആരും വിശ്വസിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടേഴ്സ് നമുക്കെതിരായി വിധി എഴുതും. പ്രിയ ട്രേസിയെ കാണാൻ വേണ്ടി അവർ പോകുന്നുണ്ടല്ലോ. മാനുഷികമായ നിലയിൽ ഡോക്ടേഴ്സ് വിധി എഴുതി. ഇവിടുത്തെ എന്തുവാ എന്ന് പറയുന്നത്, ഹോസ്പീസ് കെയറിലൊക്കെ ആയപ്പോഴ്. പക്ഷേ കർത്താവിനെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എത്ര വർഷം നാം ജീവിച്ചിരിക്കണമെന്ന് പണ്ടേ എഴുതി വെച്ചിരിക്കുന്നതാന്നേ. അതിന് മുമ്പോട്ട് നീളുകയും വേണ്ട, കുറയുകയും വേണ്ട. സ്തോത്രം. അതിന് മുമ്പോട്ട് അതിനു വേണ്ടിയൊന്നും ആരും എന്ത് ചെയ്യരുത്. ഒരു പാവത്താൻ പ്രാർത്ഥിച്ച് ആകെ കുഴപ്പമായി. ആരാന്നറിയാം? ഹിസ്കിയാവ്. പ്രാർത്ഥിച്ചതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്രമീകരിക്കാൻ പറഞ്ഞത് ക്രമീകരിച്ചിരുന്നേ നന്നായിരുന്നു.
അസുഖം വന്ന് മരിക്കാറായപ്പോൾ എന്തുവാ, സോറി, പ്രവാചകൻ വന്നു പറഞ്ഞല്ലോ, നിന്റെ അപ്പം ദൈവം, ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വെള്ളം കുടിക്കുന്ന ആളേ അല്ലായിരുന്നു കേട്ടോ. ആരും അറിയണ്ട. കാൽ നീട്ടിയിരിക്കത്തില്ലായിരുന്നു, വെള്ളം കുടിക്കത്തില്ലായിരുന്നു. കാൽ നീട്ടിയിരിക്കുന്നവരെ കുറ്റം പറയുമായിരുന്നു, വെള്ളം കുടിക്കുക എന്നാന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പം മനസ്സിലായി അതൊന്നും പറയരുന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളിവിടെ ആയിരുന്നു. അവനതൊന്ന് കേട്ടാ മതിയായിരുന്നു. കർത്താവേ, നീ പറഞ്ഞതെല്ലാം ഞാൻ ക്രമീകരിച്ചു. ഇനി ഇച്ചിരൂടെ ആയുസ് തന്നാൽ ഞാൻ ഇന്ന് കർത്താവോട് നിൽക്കാം എന്ന് പ്രാർത്ഥിച്ച രസമായിരുന്നു. ഇതാ ക്രമീകരിക്കാൻ പറഞ്ഞത് കേട്ടില്ലെന്ന് തന്നെയല്ല, സൂര്യന് നേരെ തിരിഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് ഓർക്കണമെന്ന്. അത് ആ കർത്താവ് ഓർമ്മയില്ലയോ? അങ്ങനെ ഇരിക്കുന്നത് വിശ്വസ്തയോടും അയ്യോ യഹോവേ, ആ ആ അപ്പം നമ്മളെപ്പോലൊന്നും അല്ല അവര്. ഇതിങ്ങനെ ഇന്നിപ്പോൾ ഒരു 5 മിനിറ്റ് സാക്ഷ്യം പറയാൻ സമയത്ത് ഈ വാക്യം ഒന്ന് എഴുതിയിട്ട് പറയാമോ? ഞാൻ വിശ്വസ്തയോടും പിന്നെ ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ മാത്രമാണ്. ഇന്ന് രാവിലെ വായിച്ച സങ്കീർത്തനം വായിച്ച് കേട്ടോ, ഞാൻ എപ്പോഴും കർത്താവിനെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഞാൻ കർത്താവോട് പറഞ്ഞു, നീ എൻ്റെ കർത്താവ്. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എപ്പോഴും അവൻ മുൻപിലുണ്ട്. അവനില്ലാത്ത ഒരു സാഹചര്യവുമില്ല, ഒരു സന്ദർഭവുമില്ല. ഇതെല്ലാം പറഞ്ഞെങ്കിലും നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ദൈവത്തിനറിയാം. ദൈവം പറഞ്ഞു ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ട്, വീട്ടിലെ ചില കാര്യങ്ങളെ ഗ്രഹകാര്യം കൂടെ ക്രമീകരിക്കാനുണ്ട്. കർത്താവേ, അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് പറയണേന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ അതല്ല, എനിക്കെന്ത് വേണം? ഞാനിപ്പോഴ് ഇത്ര പെട്ടെന്ന് ഇനി 1-2 കാര്യം ഒരു കുഞ്ഞിനെ കൊണ്ട് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. അല്ല, അതല്ലേ അതിൻ്റെ അർത്ഥം. ഉണ്ടായി, ഒരു കുഞ്ഞിക്കാലം ഉണ്ടായി മനസ്സ്. ഈ 15 വർഷത്തിനുള്ളിൽ നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ച രാജാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്യൻ മനസ്സുകാരൻ. ഇതിന് വല്ല കുഴപ്പമുണ്ട്, ആവശ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അസുഖം മാറാനോ ആയുസ് കിട്ടാനോ പ്രാർത്ഥിക്കും തെറ്റ്. പക്ഷെ ദൈവഹിതമായാൽ നിന്ന് കൂട്ടിച്ചേർത്താൽ മതി. കാരണം ദൈവം ഇതിൽ നമ്മൾ വായിക്കുക, ദൈവ നിർണയമല്ലേ. നാം എന്ന് ജനിക്കണം, എന്ന് മരിക്കണം, ഏതെല്ലാം പാന്താവിൽ കടന്നു പോകണം, എവിടെല്ലാം ഉയർച്ചയുണ്ട്, എവിടെല്ലാം താഴ്ചയുണ്ട്, ഏതെല്ലാം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, ഇതെല്ലാം അറിയാവുന്ന ദൈവത്തെ നാം പിൻപറ്റുന്നത്. അതാ ഇന്നത്തെ വിഷയം. ദൈവനിർണയം. അവൻ നമ്മളുടെ ജീവിതത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്ന മായ്ക്കാൻ ആരെല്ലാം പറഞ്ഞാലും, പീലാത്തോസിനെ കൊണ്ട് പറയിച്ചതുപോലെ ദൈവം ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുക. എഴുതിയത് എഴുതി, അത് അങ്ങനെ തന്നെ എഴുതും, അതിന് മാറ്റമില്ല. സ്തോത്രം. അപ്പോൾ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെ തന്നെ ഒരു ആത്മീയൻ വിശ്വസിക്കണം. ഈ ഭൂമിയിൽ പൗലോസ് പറഞ്ഞു കേൾക്കണോ, ഞാൻ ജീവിക്കുന്നത് മരിക്കുന്നത് ലാഭമാ. എന്തുവാ? ആർക്കാ ലാഭം? എനിക്ക് ഇത്രയും ചുരുങ്ങിയ നാൾ ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ എല്ലാ പ്രതിഫലവും അതങ്ങ് പോട്ടെ. അവിടെ പോയി കിരീടം കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും ബൈബിൾ ആ കിരീടം കൂടെ താഴെ ഇടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കിട്ടുന്ന പ്രതിഫലം എനിക്ക് അവനെ കിട്ടുമെന്നുള്ളതാണ്. എനിക്ക് ക്രിസ്തുവിനെ കിട്ടും. ഇപ്പോഴോ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അവനെ എന്ത് ചെയ്യും?
ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ അവിടെ കണ്ണ് തുറക്കുമെന്ന് പ്രത്യാശയുടെ വചനം പറയണം. ദൈവമക്കളും ദൈവഭക്തന്മാരും സ്റ്റേജിലും ജീവിതത്തിലൊക്കെ പ്രത്യാശയുടെ വചനം പറഞ്ഞു വേണം ജീവിക്കാൻ. സ്തോത്രം. ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ അവിടെ കണ്ണു തുറക്കുമ്പോൾ ആരെ കാണും? ഒരു സഹോദരൻ പറഞ്ഞതാ, വാട്ട് യു വാണ്ട് മീ ടു ഡു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, നീ എന്നോട് പറയുക. എനിക്കൊരു വീടില്ല, എനിക്ക് എല്ലാവരും 2 രൂപ തരുന്നത്, എനിക്ക് ഇച്ചിരി കൂടുതലാമോ, എനിക്കൊരു വീൽ ചെയർ വേണം, എന്നെ ഇപ്പൊ എല്ലാവരും. ഇതൊന്നുമല്ല അതിൻ്റെ ആത്മീയ അർത്ഥം. ഞാൻ പറയാം, ഐ വാണ്ട് ടു സീ യു. ഞാൻ അങ്ങനെ പറയുന്നത് എന്താ കാര്യം? ഇവനെക്കുറിച്ച് കേട്ട് ഇവനെക്കുറിച്ചുള്ള വെളിപ്പാടകത്തുണ്ട്. കൂടെ നടന്ന 12 പേർക്കും അറിയാത്ത രഹസ്യം ഇവനറിയാം. അത് തന്നെ. കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു കൊടുങ്കാറ്റും തിരമാലയും ശമിച്ചപ്പോൾ തമ്മിൽ ചോദിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ ഇവൻ ആരാ? കൂടെ നടന്നവൻ 3.5 വർഷം അത്ഭുതങ്ങൾ കണ്ടിട്ടും അവനെപ്പറ്റി അറിഞ്ഞില്ല. അതുകൊണ്ടല്ലേ ഒരു പ്രധാനപ്പെട്ട ആള് ഞാനവനെ അറിയുന്നേ ഇല്ലെന്ന് പറഞ്ഞത്. പക്ഷെ കണ്ണ് കാണാത്ത ഒരു അന്ധൻ, ജന്മന അന്ധൻ വഴിയിരിക്കുക. എന്തുകൊണ്ടായിരിക്കും അവൻ പറഞ്ഞത്? അവന് ഇസ്രയേലിനെ പറ്റി അറിയാം, തൻ്റെ ജനത്തെ പറ്റി അറിയാം. അവൻ കണ്ണ് കാണത്തില്ല, കേട്ടു. ഇന്ന് പകൽക്ക് ഞാൻ ഒരു വചനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓർക്കുന്നുണ്ടോ? ചെവി എന്ന് പറഞ്ഞ ഈ ഉപകരണമല്ല, നാം കേൾക്കുന്ന വചനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ നിന്ന് കേൾക്കുക. എന്താ? കണ്ണ് കാണത്തില്ലെങ്കിലും കേൾക്കുക. ഈ ഊരുകൾ കൂടെ, ദാവീദ് പുത്രൻ ഞാൻ പറഞ്ഞു കാണത്തില്ല, ഈ ഊരുകൾ കൂടെ നസറേനായ തച്ചന്റെ മകൻ യേശു എന്നൊരുവൻ സഞ്ചരിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നേ, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. അവനൊരു കാര്യം ചെയ്യാമെന്ന് നിങ്ങൾക്ക്, കല്യാണ വീട്ടിൽ പോയി വെള്ളം വീഞ്ഞാക്കുന്നേ. അവന് ഒരു അമ്മായിയമ്മേ സൗഖ്യം. ഇതെല്ലാം കേട്ടപ്പോൾ കണ്ടില്ലെങ്കിലും ഇത് മശിഹ ആയിരിക്കും. ഈ വെളിപ്പാടാണ് നമുക്ക് വേണ്ടത്. ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുമ്പോൾ വചനം വെളിപ്പാടായി പരിണമിക്കണം. അതാ കേൾക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവൻ കേട്ട് മനസ്സിലായി, ഇവൻ വേറെ ആരുമല്ല. ഈ പറയുന്നവന് കേൾക്കുന്നത് ശരിയാണെങ്കിൽ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളും മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മശിഹ വരും എന്ന് പറഞ്ഞവൻ അവൻ തന്നെയായവൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊരു ആഗ്രഹം, എനിക്ക് അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഇന്ന് പകൽക്കാലം ആഗ്രഹമുണ്ട് ആർക്കെങ്കിലും? പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവനെ ഒന്ന് കണ്ടാൻ പറ്റിയിരുന്നെങ്കിൽ, ആഗ്രഹിച്ചവന്റെ അടുക്കൽ അവൻ വരും. അവിടെ ഇരിക്കും, ജീസസ് വാസ് പാസിംഗ് ബൈ. അവൻ കടന്നു പോകുക എരിഹോയിൽ. അവിടെ നിന്നും വരാനുള്ള വഴിയില്ല യേശുവിന്. യഹൂദന് അതുവഴി ഒന്നും പോകാനുള്ള താല്പര്യമില്ല. പക്ഷേ അവൻ അതുവഴി വന്നു. ഹല്ലേലൂയ. നിയമങ്ങളെ മാറ്റിക്കൊണ്ട് നിനക്കോട് വരുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ ദൈവം. ഉടനെ വിളിച്ചു, ദാവീദ് പുത്ര. ഈ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്ന കേട്ടിട്ടെങ്കിലും കൂടെ നടക്കുന്ന ലീഡേഴ്സ് തോന്നണ്ടേ ഇവൻ പറഞ്ഞത് ശരിയാണെന്ന്. അതിന് പകരം എന്ത് ചെയ്തു? അവനെ മിണ്ടാതിരിക്കാൻ, അവനെ ഇരുത്താൻ നോക്കി. അവനിരിക്കുമോ? ഒരു സ്വതന്ത്രമൊക്കെ പറയണേ. എന്താ അവനിരിക്കാത്തെന്നറിയാമോ? ഇയാൾക്ക് അങ്ങനെയൊക്കെ പറയാം, ഇരിക്കാൻ പറയാം, മിണ്ടരുതെന്ന് പറയാം, കൈകൊട്ടരുതെന്ന് പറയാം. പക്ഷെ എനിക്കുള്ള ചാൻസ് നാളെ കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് ആരോഗ്യമുണ്ട്, നാളെ ആരോഗ്യമുണ്ടെന്ന് അറിയത്തില്ല. ഇന്ന് കൈകൊട്ടാൽ നാളെ ഇത് തളരുമോന്ന് അറിയത്തില്ലെന്നേ. ഇന്ന് കാലുണ്ട്, നടന്നു വരാൻ, ഡ്രൈവ് ചെയ്ത് വരാൻ, നാളെ പറ്റുമോന്ന് അറിയത്തില്ല. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഇവനെ ഇരുത്താൻ നോക്കുമ്പോഴത്തേക്ക് ഇവന് ശബ്ദം കൂടി. അങ്ങനെ ഇരിക്കുന്നത്
ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്ര. ഓ ഹല്ലേലൂയ. എന്തുകൊണ്ടാ മാറ്റി? നസ്രയത്തെ തച്ചന്റെ മകൻ യേശുവേ എന്നല്ല വിളിച്ചത്, ദാവീദ് പുത്ര. അവന് കിട്ടിയ വെളിപ്പാടാത്, ദാവീദ് പുത്ര എന്നോട്. അപ്പൊ കേൾക്കുന്നത് എങ്ങനെ പരിണമിക്കണം? റവലേഷൻ, വെളിപ്പാടായി ഉള്ളിൽ പരിണമിക്കണം. നാം ഇവിടെ കേൾക്കുന്ന വചനം അവൻ കണ്ണാലെ കണ്ടതുപോലെ കണ്ടില്ലെങ്കിലും പുതിയ നിയമത്തിന്റെ ബേസ് വിശ്വാസമാ. നാം കണ്ണാടിയിൽ കടമൊഴി. അങ്ങനെയാണെങ്കിൽ എബ്രായലേഖന കർത്താവ് വിളിച്ചു പറയുന്നു, അവന്റെ അടുക്കലേക്ക്, ബാക്കി പറയാമോ, വരുന്നു. ഇന്ന് എവിടോട്ടാണ് വന്നിരിക്കുന്നത്? EPCയുടെ ഇന്ന് വന്നിരിക്കുന്ന അവന്റെ അടുക്കലേക്കാ. എന്താ കാര്യം? 2 3 പേർ അവന്റെ നാമത്തിൽ കൂടുന്ന ഇടത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയട്ടെ. ഇന്നും ഞാൻ പറയുക, എനിക്കൊരു ചാൻസ് ഇന്നൂടെ കിട്ടും പ്രസംഗിക്കാൻ. അതുകൊണ്ടല്ല വന്നത്. ഞാൻ ഈ സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ടും അല്ല വന്നത്. ഞാനാണ് വന്നത് അവനിവിടെയുള്ളതുകൊണ്ടാണ് വന്നത്. നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, നാം ഒരിക്കലും ചെയ്യും മുഖാമുഖമായി കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. അപ്പോൾ മേലെഴുത്ത്, ക്രൂശിക്ക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അല്ലാതെ മഹാപുരോഹിതൻ പറഞ്ഞത് കൊണ്ടോ യഹൂദജനം വിളിച്ചു കൂവിയത് കൊണ്ടോ ഇവന് തെറ്റ് കാണാഞ്ഞിട്ടും അവന്റെ ആ ദാരുണമായ സ്വഭാവം കൊണ്ടോ, ദാരുണമെന്നല്ല അല്ലയോ, അവന്റെ ദയുള്ള സ്വഭാവം കൊണ്ടോ, ആരുടെ? പീലാത്തോസിന്റെ ഒന്നുമല്ല. എന്താ കാര്യം? എഴുതിയത് ഞാൻ ഈ കർത്താവിൻ്റെ കാലമാണ് നമ്മുടെ വിഷയമായി പറയുന്നത്. ഭാരപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്. നമ്മെക്കുറിച്ച് അവൻ എഴുതി വെച്ചിട്ടുണ്ടാകണം. അത് നടക്കുക തന്നെ ചെയ്യും. ആരെല്ലാം എതിര് നിന്നാലും, നിന്നെ വളർത്തത്തില്ലെന്നോ പറഞ്ഞാലും, നിന്നെ സഹായിക്കത്തില്ലെന്നോ പറഞ്ഞാലും, നിന്നോട് കൂടെ നിൽക്കത്തില്ലെന്നോ പറഞ്ഞാലും, നിർത്തുന്നവൻ അവനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്ക എന്ന് പറയാൻ കാര്യം എന്തുവാ? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. 11 വായിച്ച് 53 ഒന്നുകൂടെ. അവനെ തകർത്ത് കളയുവാൻ പീലാത്തോസിന് യഹൂദന്മാർക്ക് ഇഷ്ടം തോന്നിയല്ലെന്ന് എഴുതിയിരിക്കുന്നത്, യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അടുത്തത്, കഷ്ടം വരുത്തി പ്രവാചക കണ്ണാൽ യെശയ്യാവ് കാണുന്ന ആരെയെന്നറിയാമോ? അവൻ സന്തതിയെ കണ്ടു. ക്രൂശീകരണത്തിൽ കൂടെ അവൻ തകർക്കപ്പെട്ടത് മുഖാന്തരമായി ഒരു സന്തതിയെ ദർശിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ദർശിച്ച സന്തതി ആരാ? ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇന്ന് നാം ദൈവവചനത്തിലായിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ കൂടെ ദർശിച്ചതല്ലേ? എഴുതി ദൈവ നിർണയമാ. നമുക്ക് ധൈര്യത്തോട് പിശാചോട് പറയാം, പിശാചേ, ഞാൻ ദൈവനിർണയ പ്രകാരമായി ഭൂമിയിലിരിക്കുന്നത്. സ്തോത്രം. എഴുതി ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പക്ഷെ രണ്ടാമത്തെ എന്താ അറിയാമോ? അതാ നമ്മൾ വായിച്ചത്. മേലെഴുത്ത് എന്ത് ചെയ്യണം? വായിക്കാം. ഈ ഉൽപ്പത്തി മുതൽ മലാഖി വരെ 31 അധ്യായങ്ങളിൽ ഇവനെക്കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്നു. മനസ്സിലായവർക്കായി തോന്നുന്നു. പഴയ നിയമവും പുതിയ നിയമമൊന്നുമല്ല, യേശുവിനെ കുറിച്ച് മാത്രമാണ്. ഇവൻ 12-ാമത്തെ വയസ്സ് ആലയത്തിലേക്ക് ചെന്നു. നിങ്ങൾക്കറിയാമോ അവിടെ എന്താ നടന്നെന്ന്? തിരുവെടുത്ത് പുസ്തകം എടുത്തു വായിച്ചു. പക്ഷേ വചനത്തെ എഴുതി വെച്ചിരുന്ന അങ്ങനല്ല, അവനെ കുറിച്ച് എഴുതിയത്. അന്ന് പുതു നിയമമൊന്നുമില്ല. അന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊന്നുമില്ല. അന്ന് 31 തിരുവെഴുത്തുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്.
ഉൽപ്പത്തി മുതൽ മലാക്കി വരെ അതിനകത്തുനിന്ന് അവനെ കുറിച്ച് എഴുതിയത് എടുത്ത് വായിച്ചിട്ടൊക്കെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ജനത്തെ കേൾപ്പിച്ചു. ആരൊക്കെ? അപ്പം ഞാൻ വന്നത് നസറേത്തിലെ തച്ചൻ്റെ മകൻ മറിയയുടെ മകൻ യേശുവായിട്ട് വന്നതല്ല. അനാദികാലം മുതലേ ദൈവനിർണയപ്രകാരമാണ് ഞാൻ ഈ ആലയത്തിലായിരിക്കുന്നത്. അതാ ഡിക്ലെയർ ചെയ്തത്, അതാ ചെയ്തത്. എഴുതിയത് വായിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു, എഴുതിയതനുസരിച്ച് ശുശ്രൂഷ അവസാനിച്ചു. മനസ്സിലായോ? എഴുതിയത് വായിച്ചു. ആരെക്കുറിച്ച്? അവനെക്കുറിച്ച് എഴുതിയത് വായിച്ചതുകൊണ്ട് ശുശ്രൂഷ ആരംഭിച്ചു. അവനെക്കുറിച്ച് എഴുതിയത് പൂർത്തീകരിച്ച ശുശ്രൂഷയും പൂർത്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ജോസഫ് ആരൊക്കെ പറഞ്ഞങ്ങോട്ട്, ആരൊക്കെ എങ്ങനെയൊക്കെ നിന്നാലും, സഹോദരന്മാർ കൊല്ലുമെന്ന് പറഞ്ഞാലും, നശിപ്പിക്കുമെന്ന് പറഞ്ഞാലും, ജയിലിടുമെന്ന് ഇനി ഒരിക്കലും വെളിയിൽ വരത്തില്ലെന്ന് പറഞ്ഞാലും, ദൈവം അവനെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്നത് ദൈവം നടത്തും. ഞാൻ പറയാനുള്ള സാധനം റൈറ്റ് പേഴ്സൺ. ബാക്കി പറയാമോ? റൈറ്റ് ടൈം, റൈറ്റ് പൊസിഷൻ. റൈറ്റ് ടൈം ഓർക്കുന്നുണ്ടോ? അത് നമുക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. വിശ്വസിക്കുക. റൈറ്റ് ടൈം. നമ്മൾ ധൃതി വെക്കരുത്. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ സെൻറ്ററിൽ ആണെങ്കിൽ, ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. ദൈവഹിതത്തിൻ്റെ സെൻറ്ററിലാണ് നാം പോകുന്നെങ്കിൽ നമുക്ക് വേണ്ടി അവൻ്റെ ലിസ്റ്റിൽ ഒരു സമയമുണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കാമോ? അവിടെ എത്താൻ സമയമെടുക്കും. സ്വന്തം സഹോദരങ്ങൾ, ഒരു വീട്ടിൽ ഒരു അപ്പൻ്റെ മക്കളായി ജനിച്ചവർ പോലും കൂടെയില്ല. എങ്ങനെയെങ്കിലും ഇവനെ ഇല്ലായ്മയെന്ന് നോക്കി, പക്ഷെ പറ്റിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് പലപ്പോഴും രൂപന്റെ കാര്യം. അവനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ രൂപനെ നിർത്തി. അവിടെ ആരെ നിർത്തിയത്? ദൈവമാ. എന്താ കാര്യം? ഇവനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ടേ. എഴുതിയതാ. ചേട്ടന്മാര് 11 പരിശ്രമിച്ചാലും 10 പരിശ്രമിച്ചാലും നടക്കത്തില്ല. ഇന്ന് ബാക്കി ഒന്ന് ധൈര്യപ്പെട്ടെ. ഏതെല്ലാം സാഹചര്യം മാറി മറിഞ്ഞു വന്നാലും നടക്കത്തില്ല. ഒരുത്തരെ അവിടെ നിർത്തി. നമ്മുടെ സഹോദരനല്ലേ, ഇവനെ കൊല്ലരുത്. അവന് ജീവഹാനി. പക്ഷേ അവൻ്റെ കൂടെ അനുവാദം കൊണ്ടാണ് ഇങ്ങോട്ട് ഇട്ടത്, പൊട്ടക്കാറ്റിൽ. അത് കഴിഞ്ഞ് ഇച്ചിരി ദൈവം പറഞ്ഞു, ഇനി നീ ഇച്ചിരി കൊണ്ടൊന്ന് മാറിക്കേ. ഞാൻ എൻ്റെ ഭാഷയാ. നീ ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് അവനെ അവിടെ ഇട്ടു. ഇപ്പം നീ ഇവിടെ നിൽക്കണ്ട. എന്താ കാര്യം? എഴുതി വെച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? രൂപൻ അവിടുന്ന് മാറിയപ്പോൾ ആര് വരുന്നു? ചെന്നിനായം വരുന്നു, പിന്നെ ഗുലുഗുലു വരുന്നു. മനസ്സിലായോ? സുഗന്ധം വരുന്നെന്ന്. ചെളിക്കുണ്ടി കിടന്നാലും സുഗന്ധം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നേ. നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ട് നല്ല സ്വത്രം പറയാത്തത്. ആവശ്യമില്ലാത്ത വിടുതലൊക്കെ പറയുമ്പോൾ എന്തുപോലെ സ്വത്രം പറയുന്നറിയാം. പക്ഷേ സുഗന്ധം വ്യാപരിക്കുന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ഒരു ടോപ്പിക്ക് പറഞ്ഞു, ചോസൻ ടു ചേഞ്ച് ദ അറ്റ്മോസ്ഫിയർ. നമ്മളെ അതിനുവേണ്ടി ചോസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാ. സാഹചര്യത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമെന്ന. കിടക്കുന്ന ചെളിക്കൂട്ടത്തിലാ. പക്ഷെ അവനെ കൊണ്ട് ഇരുത്തുവാൻ ദൈവം കൊണ്ടുവരുന്നു കച്ചവടക്കാരനെ. അതിനകത്ത് സുഗന്ധവർഗമാ. എവിടുന്ന് എങ്ങോട്ട് പ്രമോഷൻ? എന്താ കാര്യം? എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതം ഒന്നും അൺഎക്സ്പെക്റ്റഡ് അല്ല. അങ്ങനെ ഒന്ന് ചിന്തിക്കണം. ഏത് സാഹചര്യം വന്നാലും, എന്തെല്ലാം ഭവനത്തിൽ വന്നാലും, ഏതെല്ലാം സാഹചര്യം മാറി മറിഞ്ഞ് വന്നാലും ദൈവം അനുവദിക്കാതെ അല്ലെന്ന് ആത്മീയമായി വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ പിന്മാറരുത്. ദൈവത്തിന്റെ സമയത്ത് സുഗന്ധം വമിപ്പിക്കും. അന്നേരം എന്തുകൊണ്ട് രൂപനില്ലാഞ്ഞത്?
രൂപൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ അടിമയ്ക്ക് വിൽക്കത്തില്ലായിരുന്നു. അപ്പൊ അടിമയാക്കി വിൽക്കണമെന്നുള്ളതും എഴുതി വെച്ചിരിക്കുക. എഴുതിയത്, എൻ്റെ വിഷയം മനസ്സിലായതോ? എഴുതി. ഇപ്പം പോക്ക് നോക്കിയാ കൊച്ചൻ്റെ, ഇളയ കൊച്ചൻ്റെ പോക്ക് നോക്കിയാ എങ്ങനെയാന്ന്. കുഞ്ഞനിരിക്കുക, അവൻ എന്തുവാ, ആ ചെളിക്കുണ്ടത്തിലെ മനമെല്ലാം മാറി ഇപ്പം എന്തുവാ, അവൻ കർത്താവേ സ്തോത്രം, അവിടുന്ന് ഏതായാലും ഇവിടോട്ട് വന്നല്ലോ, ഹല്ലേലൂയ പറഞ്ഞു കാണത്തില്ല. നമ്മൾ പറയത്തില്ല, അവനൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. പോവുക, പിന്നെ അങ്ങോട്ട് പോയി. ഇവനാണ് പെർഫെക്റ്റ്, ഇവനെ പോലെ കാര്യങ്ങൾ അറിയാവുന്നതും ഏൽപ്പിക്കാൻ വയ്യാത്ത. അപ്പം നോക്കി, ദൈവത്തിൻ്റെ ഉയർച്ചയും ദൈവം കൊണ്ടുവന്ന താഴ്ചയും. ഞാൻ പറഞ്ഞു ഒരു വേറൊരു ടോപ്പിക്ക് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കംപ്ലീറ്റ് യുവർ അസൈൻ. ഇതൊക്കെ അസൈൻമെൻ്റ് ആണ്. പിള്ളേർക്ക് സ്കൂളിൽ കൊടുക്കുന്ന അസൈൻമെൻ്റ് ഇല്ലയോ? എന്താ വായാലും ഇത് ചെയ്തുകൊണ്ട് വന്നെങ്കിലേ എന്തുള്ളൂ, മാർക്കുള്ളൂ. ശരിയാ. പ്രൈസലോ. കുറച്ച് മുമ്പ് എവിടെ ആയിരുന്നു? പൊട്ടക്കലിൽ. ഇപ്പം എവിടെ വന്നു? സുഗന്ധവർഗത്തിൻ്റെ അടുത്ത്. പിന്നെ പോയപ്പോഴേ ആള് കൊള്ളാം, ഇൻചാർജ് എല്ലാത്തിനും. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സ വാച കർമ്മണ. ഇതെന്തോ ഒരു ജീവിതമായില്ലയോ? പക്ഷേ എഴുതിയത് എഴുതി. ആ എഴുത്തിന് ഇതും കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. 2 വർഷം ഇവിടെ അടുത്ത കാരാഗ്രഹം. രാജാവായിട്ടിരിക്കുന്നത് മേലാൽ അവിടുന്ന് പോരുന്നില്ല. അറിയാം, ജീവ ആയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ക്രമീകരണം കണ്ടോ? വെളിപ്പാടുകൾ വ്യാഖ്യാനം പറയുവാൻ കൃപ കൊടുത്തു. ഇതും എഴുതി വച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ 2026 ശേഷിക്കുന്നുവെങ്കിൽ കൃപാവരങ്ങളാൽ സഭയായിത്തീരുമെന്ന് വിശ്വസിക്കാമോ? മുൻപോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. റൈറ്റ് ടൈം. ആ ടൈം ദർശനത്തിൽ കാണിച്ചു. റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ. അതാരാ? ആരുടെ പേര് അവിടെ എഴുതിയോ ആ പേര്. വേറെ ആരുമില്ലായിരുന്നു. അപ്പനോ ഒരു മോനേ ഉള്ളോ? വേറെ 12, 1, 13 ഉണ്ടെന്നേ. ഇത്രയും ഉണ്ടായിട്ട് ഒരുവൻ്റെ പേരേ ഉള്ളൂ ആ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറ, എൻ്റെ പേരും അവിടെ ഉണ്ടെന്ന്. എനിക്ക് മാത്യു എന്നും പേരുണ്ട്, അതുകൂടാതെ ഒരു പേരുമുണ്ട്. രാജു എന്നുമുണ്ട്. രാജിച്ചാണെന്ന് ബേബിച്ചാനെ വിളിക്കത്തുള്ളൂ. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിരിക്കും. 1972 ഞാൻ ജോലിയൊക്കെ വളരെ ഇതായിട്ട് ക്രിസ്തുവിനോട് ചെയ്ത ഒരു ദിവസം വീറ്റൻ ഗ്രീൻ പാർക്കിൽ പാസ്റ്റർ KT തോമസ് ചർച്ചിൽ വളരെ അന്ന് ഒത്തിരി ജോലി ചെയ്ത് ടയേർഡായിട്ട് ഏറ്റവും പുറകിൽ വന്നിരുന്നു. പുറകിരിക്കുന്ന ഒരു കാര്യമല്ല പറഞ്ഞു, ഞങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഏറ്റവും പുറകിൽ വന്നിരുന്നു. അപ്പോൾ ഈ താമസിച്ച് വരുമ്പോൾ നമുക്ക് തന്നെ എന്തുവാ ഒരു വൈക്ലഭ്യമുണ്ട്. അത് നല്ല ഭാഷയാണോ? അപ്പോൾ താമസിച്ച് വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന എന്ത് ചെയ്യും? ഭാഷ കാണരുത്, ആരും കാണരുത്. ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നുള്ള എല്ലാവരും അറിയണം. അവിടെ പതുക്കെ വന്ന് കുനിഞ്ഞങ്ങിരിക്കും. അങ്ങനല്ലയോ? ആരും പറയുന്നില്ല പോട്ടെ. ഞാനങ്ങനെയൊക്കെ ഇരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ഭാഷ ഇതായി പിന്നെ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ അത് കുഞ്ഞിരിക്കുമ്പോഴുണ്ടല്ല. കല്ലുമല കുഞ്ഞോളി സാറാണ് പ്രസംഗിക്കുന്നത്. പുള്ളി പ്രസംഗിക്കുന്ന വിഷയം കല്ലറ വാതിൽക്കലെ മറിയ. ഇങ്ങനെ ആത്മാവിലിങ്ങനെ പുള്ളിങ്ങനെ ശുശ്രൂഷിച്ച് വന്ന് നടുക്കൂടെ വലിയൊരു ഇതിലും വലിയ ഹോളാണ് അവിടെ. നടുക്കൂടെ ഏറ്റവും പുറകിൽ എൻ്റെ പേരവിടെ രാജു എന്നൊരു കുഞ്ഞിന് പോലും അറിയത്തില്ല. ചിലർ മാത്യു ബ്രദർ വിളിക്കും, ചിലർ മാത്യു സാറിന് വിളിക്കും, ചിലർ മാത്യു ഉമ്മച്ചെന്ന് വിളിക്കും, എല്ലാം ഉണ്ട്. ഒരു കുഞ്ഞിനും അറിയത്തില്ല ഞാൻ രാജു വന്ന്.
ഇദ്ദേഹം നടുക്കൂടെ വന്ന് ആദ്യമായിട്ട് തന്നെ കാണുക പുള്ളി നടുക്കൂടെ വന്നിട്ട് മകനെ രാജു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി അവിടെ എൻ്റെ പേരുണ്ടെന്ന്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അവിടെയുണ്ട് അവിടെയുണ്ട് അവിടെയുണ്ട്. അവിടെ ചന്ദ്രേട്ടനും ഉണ്ട്, ചന്ദ്രൻ അങ്കിളും ഉണ്ട്, എല്ലാ അങ്കിളും ഉണ്ട്. നമ്മളെ അറിയുന്ന, നമ്മൾ എഴുതി വച്ചിരിക്കുന്ന അങ്ങനെയാന്നേ. ഞാൻ മുൻപോട്ട് പോട്ടെ. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ആഴ്ച പറയത്തുള്ളൂ. കാരണം ഇദ്ദേഹം എന്നും ഇങ്ങനെ എന്നും എന്നോട് പറയുന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്, എന്നോട് പറഞ്ഞില്ല. അപ്പനൊരു ഇളയ മോനുണ്ട്. അവനെ പറ്റി ഞാൻ പറയട്ടെ. അവന് പവിഴ നിറം, കോമളൻ, സുനേത്രൻ. ഇത്രയും കോമളമുള്ള ഒറ്റ സഹോദരന്മാരും ഇവിടെ ഇല്ല. ഉണ്ട്, ഞാൻ വെറുതെ പറഞ്ഞാണ്. പവിഴ നിറം, പവിഴം കണ്ടുണ്ടോ? ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. കോമളൻ കണ്ടുണ്ടോ? പിന്നെ സുനേത്രൻ. ഇതുപോലെ ബൈബിളുണ്ട് ഒരാള്. ആരെന്നറിയാമോ? ദാവീദ്. വായിച്ചിട്ടില്ലേ? ദാവീദ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവനെ അപ്പം കണ്ടത് എന്തുവാ? ആടിനെ തീറ്റാൻ. കാരണം അപ്പൻ അവന് വേണ്ടി ഒരു എഴുത്തെഴുതി, ഇവൻ ഇത്രയൊക്കെ ഉള്ളെന്ന്. നിത്യതയിൽ അവന് വേണ്ടി എഴുതി, ഇവൻ ഇസ്രായേലിന്റെ രാജാവാണ്. ഒരു സ്വതന്ത്രം പറയണേ. ആരെന്ത് എഴുതിയാലും ഭാരപ്പെടരുത്. തൽക്കാലം എന്നെ ഇതിനാണോ, എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് ടാലൻ്റൊക്കെ ഉണ്ട്, എന്നെ ഇവരിങ്ങനാണോ? നോ 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 നോ. നിന്നെ അനുവദിച്ചിരിക്കുക സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുവാൻ. ഒരു നല്ല സ്വതന്ത്രം പറയണേ. ഞാൻ പോകട്ടെ. ആട്ടിടയൻ, അടുത്തത് ആയുധവാഹകൻ, അടുത്തത് സേനാപതി, അടുത്തത് സഹസ്രാധിപതി, അടുത്തത് ആഖീസിന്റെ പട്ടാളക്കാരൻ, നെക്സ്റ്റ് യഹൂദന്മാരുടെ രാജാവ്, ലാസ്റ്റിൽ ഇസ്രായേലിന്റെ രാജാവ്. എവിടുന്ന് എവിടെ വന്നു? ദാവീദ് വന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. തുടക്കം എവിടെയായിരുന്നു? ആട്ടിടയൻ, 2 ആയുധവാഹകൻ, 3 സേനാപതി, 4 സഹസ്രാധിപതി, 5 ആഖീസിലെ പട്ടാളക്കാരൻ, 6 യഹൂദയുടെ രാജാവ്, ലാസ്റ്റില് ഇസ്രായേൽ രാജാവ്. ദൈവം എവിടുന്ന കൊണ്ടുവന്നത്? എവിടുന്നാ കൊണ്ടുവന്നത്? എന്താ കാര്യം? അപ്പൻ എഴുതിയത് എഴുതി, സഹോദരന്മാർ എഴുതിയത് എഴുതി, ശൗൽ രാജാവ് എഴുതിയത് എഴുതി, ആഖീസ് എഴുതിയത് എഴുതി. എന്തായാലും അവനെക്കുറിച്ച് നിത്യതയിൽ എഴുതിയിരുന്നത്. മറ്റെല്ലാം വായിച്ചിട്ട് അവൻ്റെ ഹിതപ്രകാരം വരണ്ട ഇടത്തു വന്നെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തെയും നിന്നെയും ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ദൂത് ഏറ്റെടുത്ത് വേണം, ബാക്കി അടുത്ത ആഴ്ച പറയും. നിന്റെയും നിന്റെ കുടുംബത്തെയും ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവഹിതത്തിൻ്റെ സെന്ററിൽ നിന്നാൽ ഇന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, കേൾക്കുന്ന വചനം വെളിപ്പെടായി ഏറ്റെടുക്കുക. അതിൽ വിടുതലുണ്ട്. എന്നോടാണ് ഇന്ന് പകൽ സംസാരിച്ച്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പകൽ സംസാരിച്ചത്, എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടിയാ. ഇതൊന്നും യാദൃശ്യമല്ല നീ ദൈവഭാഗത്തേക്ക് വന്നത്. പലർക്കും അറിയത്തില്ല, പക്ഷെ നമുക്കറിയണം. എന്തുകൊണ്ടാണ് പുത്രൻ തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്തത്? എന്ത് വേണം ചെയ്യാം, എനിക്ക് അധികാരമുണ്ട് കേട്ടോ. ആര് പറയുന്നേ? പീലാത്തോസ്. എനിക്ക് നിന്നെ വെറുതെ വിടാനും ക്രൂശിക്കാനും അധികാരമുണ്ട്. അതിന് മറുപടി കേൾക്കണോ?
ഒരു സ്തോത്രം എന്ന് പറയാമോ? അതാ ഇന്നത്തെ പ്രസംഗ വിഷയം. ഉയരത്തിൽ നിന്ന് പറയാതെ എൻ്റെ പീലാത്തോസ് നിന്റെ കൈ അനക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അടുത്ത് എന്നെ കുറിച്ചുള്ള ദൈവികത ആ ക്രൂശിൽ കയറണമെന്ന്. ഒന്ന് എഴുതേക്കാമോ? നമുക്കൊന്ന് പറയാം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമാണ്. വാക്കു പറഞ്ഞവൻ മാറുകയില്ല. വിശ്വസിച്ചു ദൈവാത്മാ വ്യക്തമായി തന്നൊരു ദൂത ഞാൻ പറയുന്നത്. നിരാശപ്പെട്ടു പോകരുത്. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പക്കൽ ഒരു മറുപടി ഉണ്ട്. ഒരു ദിവസമുണ്ട്. എന്താ ഞാൻ പറയട്ടെ? ദൈവത്തെ അറിയുവാൻ ഒരു സാവകാശം ദൈവം ഒരുക്കിയെങ്കിൽ അതിന് പിന്നിൽ നിന്റെ ഭവനത്തെ കുറിച്ച് ദൈവം എഴുതി വച്ചിരിക്കുന്ന ഒന്നുണ്ട്. ദൈവത്തിന്റെ നിർണയപ്രകാരം അത് നടത്തും.